എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഓശാന ഞായറാഴ്ച ആശംസകൾ. അപ്പം നമ്മുടെ ശിഷ്ടം എന്ന സീരിയലിൻ്റെ നെക്സ്റ്റ് വീക്കിലെ എപ്പിസോഡിലേക്ക് കടക്കാം. മഹേഷും ഇഷിതയും നല്ല അവരുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ കടന്നു പോകുന്ന നിമിഷങ്ങളാണ് നെക്സ്റ്റ് വീക്കിലൊക്കെ ഉള്ളത്. വഴക്കും പ്രശ്നങ്ങളും സ്നേഹിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ആസ്വദിച്ചും അവരങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ആ സമയത്ത് അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതം ഇല്ലാതാക്കാൻ തന്നെയുള്ള രീതിയിൽ ഒരാൾ കടന്നു വരികയാണ്. ഒരു അതിഥി എത്തുകയാണ്. അത് ആരാണെന്നല്ലേ? അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വപ്നവല്ലിയുടെ ആങ്ങളയുടെ മകൾ, ശരിക്കും പറഞ്ഞാൽ മഹേഷിൻ്റെ മുറപ്പെണ്ണ്. അവളും മഹേഷും തമ്മിലുള്ള ഇഷ്ടങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഇഷിതയ്ക്ക് ഉണ്ടാകുന്ന പൊസസീവ്നെസ് ആണ് ഈ നെക്സ്റ്റ് വീക്കിലെ എപ്പിസോഡിലൊക്കെ കാണിക്കുന്നത്. അങ്ങനെ ഈ കാഞ്ചനവല്ലി എന്നാണ് ആ കുട്ടിയുടെ പേര്. കാഞ്ചനവല്ലി വരുന്ന കാര്യം സ്വപ്നവല്ലി രാമനാഥനോട് ചെന്ന് പറയുകയാണ്. രാമ ഇങ്ങനെ ആങ്ങളയുടെ മകൾ വരുന്നുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് എല്ലാവരും അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്ന സമയമാണ്. ഇഷിതയുണ്ട്, മഹേഷുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഈ സ്വപ്നവല്ലിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അവൾ വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട്. അപ്പം മഹേഷ് ചോദിക്കുന്നു, കാഞ്ചനമാലയോ എന്ന് ചോദിക്കുന്നു. എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇഷിത ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അപ്പം അവൾക്കറിയില്ല ഇത് ആരാണ് എന്നൊന്നും. അപ്പോൾ ഇഷിത ചോദിക്കുന്നു, ആരാണ് കാഞ്ചനമാല എന്ന് ചോദിക്കുന്നു. അപ്പോൾ രാമൻ പറയുന്നു, അത് ഇവളുടെ ആങ്ങളയുടെ മകൾ, ഇവളെ തന്നെ ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്വപ്നവല്ലി ഇങ്ങനെ കളിയാക്കിയാണ്. അപ്പം അപ്പോൾ ഇഷിത ഇങ്ങനെ എന്തോ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം രാമനാഥൻ പറയുന്നു, കാഞ്ചനമാല വരുന്നതേ അവൾ ഇപ്പോൾ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിഗ്രി കഴിഞ്ഞ്. പക്ഷേ ഇങ്ങോട്ട് വരുന്ന എന്തോ ഒരു ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതാണ് എന്ന് പറയുന്നു. അപ്പം നമ്മുടെ സ്വപ്നവല്ലി പറയാണ്, മഹേഷ് എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ്. കാഞ്ചനമാലയോട് പിന്നെ മഞ്ജിമയോടോ വിനോദിനോടോ ഒന്നുമില്ലാത്തൊരു സ്നേഹവും അടുപ്പവും ഒക്കെ കാഞ്ചനമാലയ്ക്ക് മഹേഷിനോട് ഉണ്ട്. അതുപോലെ തിരിച്ചും മഹേഷിനും അങ്ങനെ തന്നെയാണെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് ഇച്ചിരി ഇങ്ങനെ നോക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നൊക്കെ. മഹേഷാണെങ്കിൽ എൻ്റെ പൊന്നോ, എത്ര നാളായി അവളെ കണ്ടിട്ട് എന്നുള്ള രീതിയിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. നേരത്തെയൊക്കെ സ്ഥിരം കോൾ ചെയ്യുമായിരുന്നു. പിന്നെ പഠിത്തവും അവളുടെ തിരക്കൊക്കെ കാരണം ആ കോണ്ടാക്റ്റ് അങ്ങ് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ പഴയ കാലമൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നു, ചെറുപ്പത്തിലെ കുഞ്ഞിലെ ആണെങ്കിൽ കാഞ്ചനമാല പറയുമായിരുന്നു ഇവനേ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുമായിരുന്നു. ഇത് കേട്ട് ഒന്നും മനസ്സിലാകാതെ ഇഷിത ഇങ്ങനെ നിൽക്കുകയായിരുന്നു. മഹേഷ് ഇടയ്ക്ക് ഇങ്ങനെ ഇഷിതയെ നോക്കുന്നുണ്ട്. അവളുടെ പൊസസീവ്നെസ് മഹേഷിന് മനസ്സിലായപ്പോൾ മഹേഷ് വീണ്ടും ഒന്ന് ഒലിപ്പിക്കുകയാണ്. കാഞ്ചനമാലയെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുകയാണ്. അവൾ സുന്ദരിയാണ്, അങ്ങനെയാണ്, അവൾക്ക് മുടിയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഇതിന് ശേഷമുള്ള ഇഷിതയുടെ പൊട്ടിത്തെറികളാണ് നമ്മളിനി നെക്സ്റ്റ് വീക്കിൽ കാണാൻ പോകുന്നത്.